എല്ലാവർക്കും SFQ സ്പോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ യൂണിറ്റായ ടെൻഡർ എന്ന പാഠഭാഗമാണ്. അപ്പോൾ നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കാം. ടെൻഡർ എന്ന വാക്കിനർത്ഥം മൃദു സ്പർശം എന്നുള്ളതാണ്. നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ടിലോ പ്രയാസങ്ങളോ അനുഭവിക്കുന്ന ആൾക്കാരെ സഹായിക്കുക എന്നുള്ളതാണ് ഈ ഒരു പാഠത്തിൻ്റെ തീമായിട്ട് വരുന്നത്, ഒരു സഹായഹസ്തം. അപ്പോൾ ഈ പാഠത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് മദർ തെരേസയുടെ ഒരു കോട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഗീവ് യുവർ ഹാൻഡ്സ് ടു സെർവ് ആൻഡ് യുവർ ഹേർട്സ് ടു ലവ്. അതായത് നിങ്ങളുടെ കൈകൾ നിങ്ങൾ സഹായിക്കാൻ വേണ്ടിയിട്ട് നൽകണം. ആൻഡ് യുവർ ഹേർട്സ്, നിങ്ങളുടെ ഹൃദയങ്ങൾ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് നൽകണം എന്നുള്ളതാണ് മദർ തെരേസയുടെ കോട്ട് എന്ന് പറഞ്ഞാൽ. പിന്നെ ഒരു കുട്ടി പക്ഷികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നതും വേറൊരു കുറച്ച് കുട്ടികളുടെ ഒരു ബാഡ് ഹാബിറ്റൊക്കെ നമുക്ക് ഫോട്ടോസിൽ കാണാൻ കഴിയും. നമുക്ക് നേരെ പാഠത്തിലേക്ക് നോക്കാം. എ സണ്ണി മോർണിംഗ്. സണ്ണി എന്ന് പറഞ്ഞാൽ നല്ല വെയിലുള്ളതെന്നാണ് അർത്ഥം. നല്ല വെയിലുള്ളൊരു പ്രഭാതം. ദ മോർണിംഗ് സൺ പീപ്ഡ് ത്രൂ ദ വിൻഡോ. പ്രഭാത സൂര്യൻ പീപ്ഡ് എന്ന് പറഞ്ഞാൽ എത്തി നോക്കി. ത്രൂ ദ വിൻഡോ, ജനാലയിലൂടെ. സാഷ ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ് ഡിയർ. മദർ കോൾഡ് സാഷ ഇൻ എ സോഫ്റ്റ് വോയിസ്. സാഷയുടെ അമ്മ അവളെ ഒരു മൃദുവായിട്ടുള്ള ശബ്ദത്തിൽ ഇങ്ങനെ വിളിക്കുകയാണ്. സാഷ ലേറ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുകയാണ്. സോഫ്റ്റ് വോയിസ് എന്ന് പറഞ്ഞാൽ ഒരു മൃദുവായിട്ടുള്ള ശബ്ദത്തിൽ. ഷീ വാസ് ഹാഫ് അസ്ലീപ്പ്. അവൾ എന്താണ്, ഒരു പാതി മയക്കത്തിലാണ്, പാതി ഉറക്കത്തിലാണ്. ഓ അമ്മ, ലെറ്റ് മീ സ്ലീപ്പ് എ ലിറ്റിൽ ലോങ്ങർ. അപ്പോൾ എല്ലാവരും പറയുന്ന പോലെ തന്നെ സാഷ പറയണത്, അമ്മേ ഞാൻ കുറച്ചുകൂടി ഉറങ്ങട്ടെ എന്ന് പറയണം. അപ്പം അമ്മ എന്താ പറയും, നോ ഡിയർ ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. അല്ല മോളെ, ഇത് ഓൾറെഡി നമ്മൾ ലേറ്റ് ആയിട്ടുണ്ട്. മദർ കെയിം ഇൻ ആൻഡ് ജെന്റ്ലി പാറ്റഡ് ഹെർ. ജെന്റ്ലി എന്ന് പറഞ്ഞാൽ മൃദുവായിട്ട്, പാറ്റഡ് എന്ന് പറഞ്ഞാൽ അവൻ തട്ടി, മൃദുവായിട്ട് ഇങ്ങനെ തട്ടി. അമ്മ വന്നിട്ട് ഇങ്ങനെ മൃദുവായിട്ട് തട്ടി. സാഷ ഗോട്ട് ഔട്ട് ഓഫ് ബെഡ് എന്ന് പറഞ്ഞാൽ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. റബ്ബിൻ ഹെർ എയ്സ്, കണ്ണിങ്ങനെ തിരുമ്മിക്കൊണ്ട്. റബ്ബിങ് എന്ന് പറഞ്ഞാൽ തിരുമ്മ. വാട്ട്സ് ദാറ്റ് സ്മെൽ ലവ്ലി. ഷി ടുക്ക് എ ഡീപ് ബ്രെത്ത്. അവൾ ചോദിക്കുകയാണ്, ഉറക്കത്തിൽ നിന്ന് എണീച്ചിട്ട് ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യമാണ്, എന്താണ് ആ സ്മെല്ല്, എന്താണ് മണക്കുന്നത്? ലവ്ലി, ഇറ്റ്സ് വെരി ഡെലീഷ്യസ്, അതായത് ബ്യൂട്ടിഫുൾ എന്നൊക്കെ ഒരർത്ഥം. നല്ലൊരു സ്മെല്ല് കിട്ടാണ്. ഷി ടുക്ക് എ ഡീപ് ബ്രെത്ത്. അവളൊരു ഇങ്ങനെ ദീർഘശ്വാസം എടുക്കും, ആ ഒരു സ്മെല്ലിങ്ങനെ അകത്തേക്ക് വലിക്കും. ഷി റഷ്ഡ് ടു ദ കിച്ചൺ. അവൾ കിച്ചണിലേക്ക് കുതിച്ചു പോവും. റഷ് ടു എന്ന് പറഞ്ഞാൽ കുതിച്ചു പായും, അതായത് പെട്ടെന്ന് പോവും. മദർ ഫോളോഡ് ഹെർ. അമ്മയും അവളെ പിന്തുടരും. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. വൈ ഡിഡ് സാഷ റഷ് ടു ദ കിച്ചൺ? എന്തുകൊണ്ടാണ് സാഷ കിച്ചണിലേക്ക് പോയത്? വാട്ട് വിൽ ഷീ സീ ഇൻ ദ കിച്ചൺ? അവൾ എന്തായിരിക്കും കിച്ചണിൽ കാണാം? അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതിൽ ആൻസർ ഇല്ല. ഈ ചോദ്യത്തിൻ്റെ എന്താണ്, ഇനി അടുത്ത പാരഗ്രാഫിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളുടെ ഭാവനക്കനുസരിച്ചൊക്കെ ആൻസർ പറയിപ്പിക്കാം. നെക്സ്റ്റ് ഭാഗം നോക്കാം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് നെക്സ്റ്റ് ഭാഗത്ത് പഠിക്കാം കേട്ടോ. സാഷാസ് ഫേവറേറ്റ് സ്നാക്ക്. സാഷയുടെ ഇഷ്ടപ്പെട്ടൊരു സ്നാക്ക് എന്ന് പറഞ്ഞാൽ ലഘുഭക്ഷണം. ഫാദർ വാസ് ബിസി ഇൻ ദ കിച്ചൺ. അവളുടെ അച്ഛന് കിച്ചണിൽ ഭയങ്കര തിരക്കിട്ട പണിയിലാണ്. സാഷ യുവർ ഫേവറേറ്റ് സ്നാക്ക് ഈസ് റെഡി ഹി സെഡ്. സാഷ, നിന്റെ ഇഷ്ടപ്പെട്ട സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട. അമ്മ, ഷാൾ ഐ ടേക്ക് സം ഓഫ് ഇറ്റ് ടു സ്കൂൾ? സാഷ ആസ്ക്. അപ്പോൾ സാഷ ചോദിക്കുകയാണ്, അമ്മേ ഞാൻ കുറച്ച് സ്കൂളിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. ഷാൾ ഐ ടേക്ക്, ഞാൻ കൊണ്ടുപോയിക്കോട്ടെ, എടുത്തോട്ടെ. ആസ്ക്ഡ് പറഞ്ഞാൽ ചോദിച്ചു. ഷുവർ ഡിയർ, ഗോ ആൻഡ് ഗെറ്റ് റെഡി മദർ സെഡ്. അപ്പം അമ്മ പറയും, ആയിക്കോട്ടെ നീ കൊണ്ടുപോയിക്കോ എന്ന് പറയും. ഷി വെന്റ് ടു ദ വാഷ്റൂം ഹമ്മിങ് എ ട്യൂൺ. അവള് ബാത്റൂമിലേക്ക് പോകും, ഒരു ഇങ്ങനെ പാട്ടിങ്ങനെ മൂളിക്കൊണ്ട്. ഹമ്മിങ് എന്ന് പറഞ്ഞാൽ മൂള. സാഷ, ആർൻ യു റെഡി യെറ്റ്? ഇറ്റ് വാസ് നെവീൻ ഹെർ ഫ്രണ്ട്. അപ്പോൾ പുതിയൊരു ക്യാരക്ടർ വരാണ്, നെവീൻ, സാഷയുടെ ഫ്രണ്ടാണ്. സാഷയോട് എന്നിട്ട് ചോദിക്കാണ്, സാഷ നീ ഇതുവരെ റെഡി ആയിട്ടില്ലേ എന്ന് ചോദിക്കാണ്. ഹി വാസ് വെയിറ്റിംഗ് അറ്റ് ദ ഗേറ്റ്. നെവീൻ ഫുൾ റെഡിയായി വന്നിട്ട് ഗേറ്റിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. ജസ്റ്റ് 5 minutes സാഷ ഹറിഡ് അപ്പ്. സാഷ പറയണത് ജസ്റ്റ് ഒരു 5 minute എന്ന് പറഞ്ഞിട്ട് ഹറീഡ്, പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാണ്.
അപ്പോൾ അടുത്തതായിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഈസ് സാഷാസ് ഫേവറേറ്റ് സ്നാക്ക്? ക്യാൻ യു മേക്ക് എ ഗസ്? അതായത് സാഷയുടെ ഫേവറേറ്റ് സ്നാക്ക് എന്താണ്? നിങ്ങൾക്കൊരു ഊഹം പറയാൻ പറ്റുമോ, എന്തെങ്കിലും ഒരു ഗസ് പറയാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പം നമുക്ക് അടുത്ത ഭാഗം നോക്കാം. ദ സർപ്രൈസ്. സാഷ ആൻഡ് നെവീൻ റീച്ച്ഡ് സ്കൂൾ ജസ്റ്റ് ബിഫോർ ദ ബെൽ റാങ്. സാഷയും നെവീനും അങ്ങനെ സ്കൂളിലേക്ക് പോയി. റീച്ച്ഡ് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ എത്തിച്ചേർന്നു. ജസ്റ്റ് ബിഫോർ ദ ബെൽ റാങ്, ഈ ബെല്ലടിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് അവർ സ്കൂളിലെത്തുന്നത്. ഇറ്റ് സ്മെൽസ് നൈസ്, വാട്ട്സ് ഇൻ യുവർ ബാഗ്? നെവീൻ ആസ്ക്ഡ്. അതായത് നെവീൻ ചോദിക്കുകയാണ്, നല്ല നൈസായിട്ടുള്ളൊരു സ്മെല്ല് ഉണ്ടല്ലോ, നിന്റെ ബാഗിൽ എന്താണുള്ളത്? വാട്ട്സ് ഇൻ യുവർ ബാഗ്? നിന്റെ ബാഗിൽ എന്താണുള്ളതെന്ന് ചോദിക്കും. ഇറ്റ്സ് എ സർപ്രൈസ്, വെയിറ്റ് ഫോർ എ വൈൽ. സാഷ ടുക്ക് ഔട്ട് ദ ടിഫിൻ ബോക്സ് ആൻഡ് ഓപ്പൺഡ് ഇറ്റ്. അതായത് സാഷ പറയാണ്, അത് ഒരു സർപ്രൈസ് ആണ്, നീ കുറച്ച് നേരം വെയിറ്റ് ഫോർ എ വൈൽ എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുന്ന പറയും. ദെൻ സാഷ ടുക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ എടുത്തു. ദ ടിഫിൻ ബോക്സ് എടുത്തു ആൻഡ് ഓപ്പൺ ഇറ്റ്, അത് തുറന്നു. വാവ്, ഉണ്ണിയപ്പം. നെവീൻ എക്സ്ക്ലൈംഡ് എന്ന് പറഞ്ഞാൽ കൗതുകത്തോടെ, കൗതുകപ്പെട്ടു എന്നുള്ളതാണ് എക്സ്ക്ലൈംഡ് അർത്ഥം. അപ്പം ടിഫിൻ ബോക്സിൽ എന്താണുള്ളത്? ഉണ്ണിയപ്പം. ഓൾ ദ ചിൽഡ്രൻ റഷ് ടുവാർഡ്സ് സാഷ. അങ്ങനെ എല്ലാ കുട്ടികളും റഷ് ടുവാർഡ്സ് സാഷയുടെ അടുത്തേക്ക് കുതിച്ചു വന്നു. വെയിറ്റ്, ഡോണ്ട് റഷ്, ദർ ഈസ് ഇനഫ് ഫോർ എവറി വൺ, നെവീൻ സെഡ്. നെവീൻ പറയാണ്, വെയിറ്റ്, കാത്തുക്ക്, ഡോണ്ട് റഷ്, നിങ്ങൾ കുതിച്ചു വരേണ്ട ആവശ്യമില്ല, അങ്ങനെ തിരക്ക് കൂട്ടേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും മതിയാകുന്നത് ഇതിലുണ്ടെന്ന് പറയും. അറ്റ് ദാറ്റ് മൊമെന്റ് സംവൺ അപ്പിയേർഡ് അറ്റ് ദ വിൻഡോ. അറ്റ് ദാറ്റ് മൊമെന്റ്, ആ ഒരു സമയത്ത്, സംവൺ, ആരോ, അപ്പിയേർഡ് എന്ന് പറഞ്ഞാൽ വന്നു, അറ്റ് ദ വിൻഡോ, ജനാലിൻ്റെ അടുത്ത് ആരോ വന്നു. ഹേയ്, ഹു ഇസ് ദാറ്റ്? സാഷ ആസ്ക്ഡ്. അപ്പം സാഷ ചോദിക്കുകയാണ്, അത് ആരാണെന്ന് ചോദിക്കും. അപ്പം അടിയിലൊരു ചോദ്യമുണ്ട്. സാഷ സോ സംബഡി അറ്റ് ദ വിൻഡോ, ഹു കുഡ് ദാറ്റ് ബി? സാഷ ആരെയോ വിൻഡോയിൽ കണ്ടിട്ടുണ്ട്, അതാരായിരിക്കും? ഇതിലുള്ള ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടില്ല. അടുത്ത ഭാഗത്തേക്കുള്ള സൂചിപ്പിക്കുന്നതായിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ അടുത്ത ഭാഗത്ത് നോക്കാം. അപ്പോൾ ആരോ ഒന്നിനെ ജനലിൻ്റെ അടുത്ത് കണ്ടു, അതാരായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. എ ഗേൾ അറ്റ് ദ വിൻഡോ, ജനലിനരികിലുള്ള പെൺകുട്ടി. നെവീൻ ലുക്ക്ഡ് അറ്റ് ദ വിൻഡോ ആൻഡ് സോ എ ഗേൾ. നെവീന് വിൻഡോൻ്റെ അടുത്തേക്ക് നോക്കി, ജനലിൻ്റെ അടുത്തേക്ക് നോക്കി. ആൻഡ് സോ എ ഗേൾ, അവന് ഒരു പെൺകുട്ടിയെ കണ്ടു. സോ എന്ന് പറഞ്ഞാൽ കണ്ടു. ഐ ഹാവ് സീൻ ഹെർ സംവേർ, ഹി സെഡ്. ഞാൻ അവളെ എവിടെയോ കണ്ടിട്ടുണ്ട്, അവൻ പറയാണ്. ദ ഗേൾ വാസ് ലുക്കിംഗ് അറ്റ് ദം ക്യൂരിയസ്ലി. ആ പെൺകുട്ടി അവരെ കൗതുകത്തോടെ, ഇങ്ങനെ ആശ്ചര്യത്തോടെ അങ്ങനെ നോക്കിക്കാണ്. ക്യൂരിയസ്ലി എന്ന് പറഞ്ഞാൽ കൗതുകത്തോടെ, ആശ്ചര്യത്തോടെ നോക്കാണ്. ഹെർ മെസ്സി ഹെയർ വാസ് സ്വിങ്ങിങ് ഇൻ ദ വിൻഡ്. മെസ്സി ഹെയർ എന്ന് പറഞ്ഞാൽ ഒതുക്കമില്ലാത്ത മുടി, എന്താ പറഞ്ഞാൽ അതായത് ഇങ്ങനെ ഓയിലൊന്നും തേക്കാതെ ഒതുക്കമില്ലാതെ നിൽക്കുന്ന മുടി. സ്വിങ്ങിങ്, അതിങ്ങനെ പാറി പറക്കുന്നുണ്ട്. ദ വിൻഡ് എന്ന് പറഞ്ഞാൽ കാറ്റത്ത്. ഷി ലുക്ക്ഡ് വെരി ടയേർഡ്. അവളെന്താണ്, വളരെ ക്ഷീണിതയായിട്ടാണ് കാണപ്പെടുന്നത്. സാഷ വെൻ ടു ദ വിൻഡോ. സാഷ വിൻഡോൻ്റെ അടുത്തേക്ക് പോകും. ഷി ഓഫേർഡ് ആൻ ഉണ്ണിയപ്പം ടു ദ ഗേൾ. അവളെന്താണ്, ഒരു ഉണ്ണിയപ്പം ആ കുട്ടിക്ക് കൊടുക്കും. ഓഫേർഡ് എന്ന് പറഞ്ഞാൽ നൽകി. ബട്ട് ദ ഗേൾ റാൻ അവേ വിത്തൗട്ട് ടേക്കിംഗ് ഇറ്റ്. പക്ഷെ ആ ഒരു പെൺകുട്ടി എന്താ ചെയ്തത്? റാൻ അവേ, അവൾ ഓടിപ്പോയി. വിത്തൗട്ട് ടേക്കിംഗ് ഇറ്റ്, ആ ഒരു ഉണ്ണിയപ്പം എടുക്കാതെ. സാഷാസ് ഏസ് ഫോളോഡ് ദ ഗേൾ. സാഷയുടെ കണ്ണുകൾ ആ ഒരു പെൺകുട്ടിയെ പിന്തുടർന്നു. ഫോളോഡ് എന്ന് പറഞ്ഞാൽ പിന്തുടർന്നു. ബട്ട് ദ ഗേൾ ഡിസപ്പിയേർഡ് ബിഹൈൻഡ് ദ ബുഷസ്. പക്ഷെ ആ ഒരു പെൺകുട്ടി ഡിസപ്പിയേർഡ് എന്ന് പറഞ്ഞാൽ അപ്രത്യക്ഷമായി. ബിഹൈൻഡ് ദ ബുഷസ്, ബുഷിൻ്റെ പിറകിൽ. ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ പിറകിൽ, ബുഷ് എന്ന് പറഞ്ഞാൽ ചെറിയ കുറ്റിച്ചെടികളുടെ പിറകിൽ. വെർ ഡസ് ഷീ ലീവ്? സാഷ ആസ്ക്ഡ് നെവീൻ. നെവീനോട് സാഷ ചോദിക്കുകയാണ്, അവൾ എവിടെയാണ് താമസിക്കുന്നത്? ലീവ് എന്ന് പറഞ്ഞാൽ താമസിക്കുക. ഹു വാസ് എൻജോയിങ് എ ബിഗ് ബൈറ്റ് ഓഫ് ഉണ്ണിയപ്പം. ബൈറ്റ് എന്ന് പറഞ്ഞാൽ കടി. അതായത് ഈ നെവീൻ എന്ത് ചെയ്യുന്നതാണ്? അപ്പോൾ ഉണ്ണിയപ്പത്തിൽ നിന്ന് വലിയൊരു കടി അടിച്ചിട്ട് അതിനെങ്ങനെ എൻജോയ് ചെയ്യാണ്, അതിങ്ങനെ ആസ്വദിച്ച് ഇഷ്ടപ്പെട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബൈറ്റ് എന്ന് പറഞ്ഞാൽ കടി. ഐ ഡോണ്ട് നോ, ഷീ സെഡ്. എനിക്കറിയില്ല എന്ന് പറയും. പുവർ ഗേൾ, ഹെർ ക്ലോത്തസ് ആർ ടോൺ, സാഷ സെഡ്. ഇപ്പം സാഷ പറയണത് പുവർ ഗേൾ, പാവൻ പെൺകുട്ടി. ടോൺ എന്ന് പറഞ്ഞാൽ കീറി പറഞ്ഞതാണെന്നുള്ളത്, അവളുടെ വസ്ത്രങ്ങളൊക്കെ കീറി പറഞ്ഞതാണെന്നിങ്ങനെ സാഷ പറയും.
വൈ ഡിഡിൻ ദ ഗേൾ ആക്സെപ്റ്റ് ദ ഉണ്ണിയപ്പം? എന്തുകൊണ്ടാണ് ആ കുട്ടി ആ ഒരു ഉണ്ണിയപ്പം സ്വീകരിക്കാതിരുന്നത്? എൻ്റെ ആ പേജിൻ്റെ അടിയിലുള്ള ചോദ്യമാണ്. ദ നെക്സ്റ്റ് പാർട്ട് നോക്കാം. ദ ഗേൾസ് കംസ് അഗെയിൻ. ആ പെൺകുട്ടി വീണ്ടും വന്നു. കംസ് അഗെയിൻ എന്ന് പറഞ്ഞാൽ വീണ്ടും വന്നു. അപ്പം ഞാൻ അടുത്തതായിട്ട് ഒരു കവിതയാണ്, ഒരു 4 വരി ഇങ്ങനെ കവിത. The best of friends can change a frown into a smile when you feel down. Miss Anupama, their teacher was singing a song in the class. അങ്ങനെ ഈ സാഷയുടെ നവീൻ്റെയും മിസ്സായിട്ടുള്ള അനുപമ ടീച്ചർ ഒരു സോങ് ഇങ്ങനെ ക്ലാസ്സിൽ പാടാണ്. ആ സോങ് എന്താണ്? ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് ക്യാൻ ചേഞ്ച് എ ഫ്രോൺ. ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ്, നല്ല അടുത്ത കൂട്ടുകാർക്ക്, ഏറ്റവും നല്ല കൂട്ടുകാർക്ക് ചേഞ്ച് എന്ന് പറഞ്ഞാൽ മാറ്റം വരുത്താൻ സാധിക്കും. എ ഫ്രോൺ ഇൻ ടു എ സ്മൈൽ. ഫ്രോൺ എന്ന് പറഞ്ഞാൽ ഒരു ദുഃഖം അല്ലെങ്കിൽ ഒരു വിഷമകരമായിട്ടുള്ള ഘട്ടം. ഫ്രോൺ എന്ന് പറഞ്ഞാൽ ശരിക്കും മീനിങ് വരുന്നത് നമ്മൾ 2 പിരിക്കങ്ങളങ്ങനെ കൂട്ടിച്ചേർത്ത് വെക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും അനിഷ്ടപരമായിട്ട് സങ്കടം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഒക്കെ നമ്മളെ പിരിക്കങ്ങൾ അങ്ങനെ കുറച്ചിങ്ങനെ കൂടിയിട്ടുണ്ടാവുക. അപ്പം അത്തരം ഒരു സിറ്റുവേഷന് ഒരു വിഷമകരമായിട്ടുള്ള ഒരു സഹതാപത്തിൻ്റെ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുന്ന ഒരു സന്ദർഭത്തിന് ഒരു സ്മൈലിലേക്ക്, ഒരു പുഞ്ചിരിയിലേക്ക് നല്ല ബെസ്റ്റ് ഫ്രണ്ട്സിന് മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. വെൻ യു ഫീൽ ഡൗൺ, നമ്മൾ തളർന്നിരിക്കുന്ന സമയത്ത്. മൊത്തത്തിൽ ഈ ലൈൻസിൻ്റെ ഒരു അർത്ഥം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ പ്രയാസകരമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട്സിന് ആ ഒരു പ്രയാസത്തിനെ മാറ്റി നമ്മുടെ മുഖത്തൊരു പുഞ്ചിരി കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ലൈൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. സഡൻലി സാഷ സോ ദ ഗേൾ അഗെയിൻ അറ്റ് ദ ഡോർ. ഇങ്ങനെ അനുപമ ടീച്ചർ ഈ ഒരു പാഠം ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സഡൻലി പെട്ടെന്ന് സാഷ കണ്ടു ദ ഗേൾ അഗെയിൻ അറ്റ് ദ ഡോർ. ഡോറിൻ്റെ അടുത്ത് പിന്നെ ആ പെൺകുട്ടീനെ കണ്ടു. പുവർ ഗേൾ, ഐ തിങ്ക് ഷീ വാണ്ട്സ് ടു കം ഇൻ, സാഷ മെർമേഡ്. അതായത് മെർമേഡ് എന്ന് പറഞ്ഞാൽ സാഷ പിറുപിറുക്കാണ്, ആരും കേൾക്കാതെ ഒറ്റക്ക് പിറുപിറുക്കാണ്. പുവർ ഗേൾ, പാവം പെൺകുട്ടി. ഐ തിങ്ക്, ഞാൻ വിചാരിക്കുന്നുണ്ട് അവൾക്കും അകത്തേക്ക് വരണം, അവൾക്കും പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് എന്നാണ് സാഷ അങ്ങനെ പിറുപിറുക്കുന്നത്. ലിസൺ സെഡ് ദ ടീച്ചർ. ലിസൺ, ശ്രദ്ധിക്കുക എന്ന് പറയും ടീച്ചർ. ലിസൺ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കൂ. ഹിയറിംഗ് ദ ടീച്ചേഴ്സ് വോയിസ് ദ ഗേൾ റാൻ അവേ. അങ്ങനെ ടീച്ചറുടെ സൗണ്ട് കേട്ട സമയത്ത്, വോയിസ് കേട്ട സമയത്ത് ആ പെൺകുട്ടി റാൻ അവേ, അവൾ ഓടിപ്പോകും. വൈ ഡിഡ് ദ ഗേൾ കം അഗെയിൻ? എന്തുകൊണ്ടായിരിക്കും ആ പെൺകുട്ടി വീണ്ടും വന്നത്? ഇനി അടുത്ത ഭാഗത്ത് എൻ്റെ ആൻസർ നോക്കാം. ലല്ലബൈ. ആഫ്റ്റർ സ്കൂൾ സഷ ആൻഡ് നവീൻ വർ വാക്കിംഗ് ഹോം. ലല്ലബൈ എന്ന് പറഞ്ഞാൽ താരാട്ടുപാട്ട് എന്നാണ് അർത്ഥം. അങ്ങനെ സ്കൂൾ കഴിഞ്ഞതിന് ശേഷം സഷയും നവീനും വീട്ടിലേക്ക് നടക്കുകയാണ്. വാക്കിംഗ് എന്ന് പറഞ്ഞാൽ നടക്കുക. ഓൺ ദ വേ ദേ ഹിയർഡ് സംതിങ് സിംഗ് എ സോങ്. അങ്ങനെ നടക്കുന്ന സമയത്ത്, ഓൺ ദ വേ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ദ ഹിയർഡ് അവർ കേട്ടു, സംവൺ ആരോന്നൊരാൾ സിംഗിങ് പാട്ട് പാടുന്നുണ്ട്. ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് വിൽ അണ്ടർസ്റ്റാൻഡ് യുവർ ലിറ്റിൽ ട്രയൽസ് ആൻഡ് ലെൻഡ് എ ഹാൻഡ്. അതായത് നേരത്തെ അനുപമ ടീച്ചർ പഠിപ്പിച്ച ആ ഒരു വരികളോട് സാമ്യമുള്ള വരികൾ തന്നെയാണ്. അതായത് നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സിന് മനസ്സിലാകും യുവർ ലിറ്റിൽ ട്രയൽസ്, നിങ്ങളുടെ ചെറിയ വിഷമങ്ങളൊക്കെ, ആൻഡ് ലെൻഡ് എ ഹാൻഡ്, എന്നിട്ടൊരു സഹായഹസ്തം അവർ നൽകും എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ നവീൻ, ഡു യു ഹിയർ ദ സോങ്? സഷ ആസ്ക്. നവീൻ, നീ പാട്ട് കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കും സാഷ. ദാറ്റ്സ് ദ സോങ് അവർ ടീച്ചർ ടോട്ട് അസ് ടുഡേ, നവീൻ റിപ്ലൈഡ്. അപ്പോൾ നവീൻ എന്ത് മറുപടി പറയും? ആ സോങ് അല്ലേ നമുക്കിന്ന് ടീച്ചർ പഠിപ്പിച്ചു തന്നത്. ടോട്ട് എന്ന് പറഞ്ഞാൽ ടീച്ച്, അതായത് പഠിപ്പിച്ചു തരാം. ബട്ട് ഹൂ ഈസ് സിംഗിങ്? പക്ഷെ അത് ആരാണ് പാടുന്നത്? അപ്പോൾ കം ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. വരും നമുക്കതിനെ കണ്ടുപിടിക്കാമെന്ന് പറയും. ഹൂ ഡു യു തിങ്ക് വാസ് സിംഗിങ്? അത് ആര് പാടുന്നതാണെന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. നമുക്ക് അടുത്ത ഭാഗം നോക്കാം. എ പ്ലസൻറ്റ് സർപ്രൈസ്. പ്ലസൻറ്റ് എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള സർപ്രൈസ്. സഷ ആൻഡ് നവീൻ സ്പോട്ടഡ് ദ ഗേൾ നിയർ എ ട്രീ. സഷയും നവീനും ഒരു മരത്തിൻ്റെ അടുത്ത് ഒരു പെൺകുട്ടിയെ കണ്ടെത്തും. സ്പോട്ടഡ് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കും. ഷീ വാസ് ക്രാഡ്ലിങ് ഹെർ ലിറ്റിൽ ബ്രദർ. ക്രാഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ തൊട്ടിലാട്ടുക. അവൾ അവളുടെ സഹോദരനെ തൊട്ടിലാട്ടുകയായിരുന്നു. സിംഗിങ് ദ സോങ്, ആ ഒരു പാട്ട് പാടിക്കൊണ്ട്. ദ സോങ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പേ പറഞ്ഞതായിട്ടുള്ള ആ ഒരു പാട്ട്, അത് പാടിക്കൊണ്ട് അവളങ്ങനെ
തൊട്ടിലാട്ടാണ്. ഹൗ ക്വിക്ക്ലി ഹാസ് ഷീ ലേൺ ദ സോങ്, നെവിൻ വിസ്പേർഡ് ടു സഷ. ഹൗ ക്വിക്ക്ലി, ക്വിക്ക്ലി പറഞ്ഞാൽ പെട്ടെന്ന്, എത്ര പെട്ടെന്നാണ് അവൾ ആ പാട്ട് പഠിച്ചത്. ലേൺ എന്ന് പറഞ്ഞാൽ പാട്ട് പഠിക്കുക. വിസ്പേർഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്വകാര്യം പറയാം, മെല്ലെ പറയാം. ഇപ്പം നെവീന് സഷയോട് പറയണ എത്ര വേഗത്തിലാണ് അവൾ ആ പാട്ട് പഠിച്ചത്. ദ ഗേൾ സോ ദം ആൻഡ് സ്മൈൽഡ്. ആ ഒരു പെൺകുട്ടി അവളെ കാണുകയും ആൻഡ് സ്മൈൽഡ്, എന്നിട്ട് പുഞ്ചിരിക്കുകയും ചെയ്തു. ഷീ ട്രൈഡ് ടു കോം ഹെർ ഡ്രൈ ഹെയർ വിത്ത് ഹെർ ഫിംഗേഴ്സ്. അവളെന്താണ്, അവളുടെ ഡ്രൈ ആയിട്ടുള്ള അങ്ങനെ എണ്ണ ഒന്നുമില്ലാത്ത വരണ്ട ഒരു മുടി, ഡ്രൈ എന്ന് പറഞ്ഞാൽ വരണ്ട ഒരു മുടി, ഇങ്ങനെ അവളുടെ വിരലുകൾ ഉപയോഗിച്ച് ഇങ്ങനെ ചീകി ഒതുക്കാൻ നോക്കി. കോമ്പ് എന്ന് പറഞ്ഞാൽ ചീകി ഒതുക്കുക, ചീർപ്പിനും പറയലുണ്ട്, ചീകി ഒതുക്കുന്നതിനും കോമ്പ് എന്ന് പറയും. ഫിംഗേഴ്സ് എന്ന് പറഞ്ഞാൽ വിരലുകൾ. യു സിങ് ബ്യൂട്ടിഫുള്ളി, നെവിൻ അപ്രീഷിയേറ്റഡ്. അതായത് നെവീൻ അവളെ അഭിനന്ദിക്കും, നീ നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ, നല്ല മനോഹരമായിട്ട് പാടുന്നുണ്ട് എന്ന് പറയും. സഷ വാണ്ടഡ് ടു ഗീവ് ദ ഗേൾ എ ഗിഫ്റ്റ്. സഷക്കാണെങ്കിലോ അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം, ആ ഒരു പെൺകുട്ടിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം. വാട്ട് വുഡ് ബി ദ സഷാസ് ഗിഫ്റ്റ്, എന്തായിരിക്കും സഷയുടെ ഗിഫ്റ്റ്? നമുക്ക് അടുത്ത ഭാഗം നോക്കാം. ദ ഗിഫ്റ്റ്, ആ ഒരു സമ്മാനം. സഷ ഓപ്പൺ ഹെർ ബാഗ് ആൻഡ് ടുക്ക് ഔട്ട് എ ബുക്ക്. സഷ ആ ബാഗ് തുറന്നിട്ട് ഒരു ബുക്ക് എടുക്കും. ഇറ്റ് വാസ് എ പിക്ചർ സ്റ്റോറി ബുക്ക്. അതൊരു പിക്ചർ സ്റ്റോറിൻ്റെ ബുക്കായിരുന്നു, അതായത് ഇങ്ങനെ ചിത്രങ്ങളൊക്കെ ഉള്ള, ചിത്രകഥകളുള്ള ഒരു ബുക്ക്. ഹിയർസ് എ ഗിഫ്റ്റ് ഫോർ യു. സഷ ഹാൻഡഡ് ഇറ്റ് ഓവർ ടു ഹെർ. ഇതാ നിനക്കൊരു സമ്മാനം ഉണ്ട് എന്ന് പറയുന്നേ. ഹാൻഡഡ് ഇറ്റ് ഓവർ എന്ന് പറഞ്ഞാൽ നൽകും, കൈമാറും. ദ ഗേൾ വൈപ്ഡ് ഹെർ ഹാൻഡ്സ് ഓൺ ഹെർ സ്കേർട്ട്. അതായത് ആ ഒരു പെൺകുട്ടി അവളുടെ കൈകളൊക്കെ അങ്ങ് വൃത്തിയില്ലാത്തത്, അപ്പം അങ്ങനെ എന്താണ് അവളുടെ ആ ഒരു പാവാടയിൽ തുടയ്ക്കും. ഷീ റിസീവ്ഡ് ദ ബുക്ക് വിത്ത് എ സ്മൈൽ. അവളൊരു പുഞ്ചിരിയോട് കൂടിയിട്ട് ആ ബുക്ക് വാങ്ങും. കവിത, ഹൂ ഈസ് ദർ, ഹെർ മദർ കോൾഡ് ഔട്ട്. കവിത, അത് ആരാണെന്ന് ചോദിക്കും, ആരാണ് അവിടെ ഉള്ളതെന്ന് ചോദിക്കും. അപ്പോൾ ഈ കവിത എന്നാണ് പേരെന്നുണ്ടെങ്കിൽ നമുക്കതൊരു കേരള ടച്ചുള്ളൊരു പേരാണ്. പക്ഷെ കവിത എന്ന് പറയുമ്പോൾ അതൊരു തമിഴ്നാട് ടച്ചുള്ള ഒരു പേരാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള ആൾക്കാരെല്ലാം മനസ്സിലാക്കാം. അപ്പോൾ ലെറ്റ്സ് ഗോ, നെവിൻ ഹെറീഡ്. അപ്പോൾ ആ ഒരു വോയിസ് കേട്ട സമയത്ത് നെവിൻ ഇങ്ങനെ തിടുക്കം കാട്ടും, വാ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട്. ഹിയറിംഗ് ദ വോയിസ്, ആ ഒരു വോയിസ് കേട്ട സമയത്ത്. വി ഷുഡ് ടെൽ അനു ടീച്ചർ അബൌട്ട് കവിത. ഐ തിങ്ക് ഷീ വിൽ ഹെൽപ്പ് ഹെർ, സഷ സജസ്റ്റഡ്. അതായത് സഷ പറയാണ്, നമുക്ക് അനു ടീച്ചറോട് കവിതനെ കുറിച്ച് പറയണം. ഞാൻ വിചാരിക്കുന്നത് ഈ അനു ടീച്ചർ അവളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണെന്ന് അറിയും. സഷ സജസ്റ്റഡ്. സഷ ഒരു സജഷൻ മുന്നോട്ട് വെക്കും, ഒരു അഭിപ്രായം മുന്നോട്ട് വെക്കും. എന്നിട്ട് താഴത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. വിൽ അനു ടീച്ചർ ഹെൽപ്പ് കവിത? അനു ടീച്ചർ കവിതയെ ഹെൽപ്പ് ചെയ്യോ? ഹൗ, എങ്ങനെയായിരിക്കും? ഇനി അടുത്ത ഭാഗം നോക്കാം. ദ സ്മൈൽ, പുഞ്ചിരി. ഡിയർ ചിൽഡ്രൻ, ടുഡേ വി ഹാവ് എ ന്യൂ ഫ്രണ്ട്. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമുക്കൊരു പുതിയ ഫ്രണ്ട് ഉണ്ട്. ഷീ ബിലോങ്സ് ടു എ പ്ലേസ് ഫാർ അവേ. അവള് ബിലോങ്സ്, വരുന്നത് ഒരു ദൂരെയുള്ളൊരു സ്ഥലത്തു നിന്നാണ്. ലെറ്റ്സ് വെൽക്കം ഹെർ, നമുക്ക് അവളെ സ്വാഗതം ചെയ്യാന്നറിയും. ദ ഹെഡ് മാസ്റ്റർ ഇൻട്രൊഡ്യൂസ്ഡ് കവിത ഇൻ ദ സ്കൂൾ അസംബ്ലി. ഹെഡ് മാസ്റ്റർ കവിതയെ സ്കൂൾ അസംബ്ലിയിൽ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇൻട്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പം എന്താണ്, നമ്മളെ സഷയും നവീനും ഒക്കെ അനു ടീച്ചറോടൊക്കെ പറഞ്ഞ് കവിത സ്കൂളിലേക്ക് വരാണ്. ഷീ കെയിം ഫോർവേഡ്. ഫോർവേഡ് എന്ന് പറഞ്ഞാൽ അവൾ മുന്നോട്ട് വന്നു. ഡ്രസ്ഡ് ഇൻ ദ സ്കൂൾ യൂണിഫോം. അവൾ സ്കൂൾ യൂണിഫോം ഒക്കെ ധരിച്ചിട്ടുണ്ട്. ഷീ സ്മൈൽഡ് വാംലി അറ്റ് എവരി വൺ. വാംലി എന്ന് പറഞ്ഞാൽ മൃദുവായി, ഊഷ്മളമായിട്ട്. അവളങ്ങനെ നന്നായിട്ട് എല്ലാവർക്കും ചിരിക്കും. ദ ഹെഡ് മാസ്റ്റർ ഇൻവൈറ്റഡ് കവിതാസ് പാരൻസ് ടു ദ സ്റ്റേജ്. ഹെഡ് മാസ്റ്റർ കവിതയുടെ പാരൻസിനെയും രക്ഷിതാക്കളെയും സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യും, ക്ഷണിക്കും. ഓൾ ദ ചിൽഡ്രൻ ക്ലാപ്ഡ്. എല്ലാ കുട്ടികളും ക്ലാപ്പ് ചെയ്യും. ഐ കൺഗ്രാറ്റുലേറ്റ് സഷ ആൻഡ് നെവീൻ, ദേ ഹെൽപ്ഡ് കവിത ടു ജോയിൻ അസ്. എന്നിട്ട് ഹെഡ് മാസ്റ്റർ പറയാണ്, ഞാൻ സഷയും നവീനെ അഭിനന്ദിക്കുകയാണ്, അവരാണ് കവിതയെ നമ്മുടെ കൂടെ കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തത്. ഞാൻ സഷ, നവീൻ പ്ലീസ് കം ടു ദ ഡൈസ്. അപ്പോൾ എന്നിട്ട് പറയും, സഷ നവീൻ പ്ലീസ് സ്റ്റേജിലേക്ക് വരണമെന്ന് അറിയും. ദ ഹെഡ് മാസ്റ്റർ എൻകറേജ്ഡ് ക്ലാപ്പിംഗ് ഹാൻഡ്സ്. ഹെഡ് മാസ്റ്റർ എൻകറേജ് എന്ന് പറഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കും, ഇങ്ങനെ കൈ കൊട്ടിക്കൊണ്ട് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കും.
അടിയിൽ ക്വസ്റ്റ്യൻ ഉണ്ട്. വൈ ഡിഡ് ദ ഹെഡ് മാസ്റ്റർ ഇൻവൈറ്റ് സഷ ആൻഡ് നെവീൻ ടു ദ ഡേയ്സ്? എന്തുകൊണ്ടാണ് ഹെഡ് മാസ്റ്റർ സഷയെയും നെവീനെയും ഈ ഒരു സ്റ്റേജിലേക്ക് ക്ഷണിച്ചതെന്നുള്ളതാണ് ചോദ്യം. എന്തുകൊണ്ടാണ്? ദ ഹെൽപ്ഡ് കവിത ടു ജോയിൻ സ്കൂൾ, അതായത് കവിതയെ സ്കൂളിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത ഭാഗം നോക്കാം. ടിയേഴ്സ് ഓഫ് ജോയ്, സന്തോഷത്തിൻ്റെ കണ്ണുനീർ. സഷ ആൻഡ് നെവീൻ മൂവ് ടുവാർഡ്സ് ദ സ്റ്റേജ്. സഷയും നെവീനും സ്റ്റേജിൻ്റെ അടുത്തേക്ക് പോകും. ദ ഹെഡ് മാസ്റ്റർ ഷുക്ക് ഹാൻഡ്സ് വിത്ത് ദം. ഹെഡ് മാസ്റ്റർ അവർക്ക് എന്ത് കൊടുക്കും? ഷേക്ക് ഹാൻഡ് കൊടുക്കും. ഓൾ ദി ചിൽഡ്രൻ അപ്ലൗഡ് ദം അഗെയിൻ. എല്ലാ കുട്ടികളും പിന്നെയും ക്ലാപ്പ് ചെയ്യും. അപ്ലൗഡഡ് എന്ന് പറഞ്ഞാൽ ക്ലാപ്പ് ചെയ്യുക, കൈ കൊട്ടുക. കവിത ലുക്ക്ഡ് അറ്റ് സഷ ആൻഡ് നെവീൻ. കവിത സഷയുടെയും നെവീൻ്റെ അടുത്തേക്ക് നോക്കും. അവർ രണ്ടുപേരും നോക്കും. ഹെർ എയ്സ് ബ്രൈറ്റൻ വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നന്ദി, ബ്രൈറ്റൻ്റെ പറഞ്ഞാൽ തിളങ്ങുക. അവളുടെ കണ്ണുകളൊക്കെ എന്താണ്? നന്ദിയെ കൊണ്ട്, അതായത് അവളെ സ്കൂളിലേക്ക് എത്തിക്കാൻ സഹായിച്ചതിലുള്ള ഒരു സന്തോഷത്തിൻ്റെ നന്ദി കൊണ്ട് കണ്ണുകളൊക്കെ ഇങ്ങനെ തിളങ്ങും. അനു ടീച്ചർ സോങ് വാസ് എക്കോയിങ് ഇൻ എവറി മൈൻഡ്. അനു ടീച്ചറുടെ ആ ഒരു പാട്ട് എല്ലാവരുടെ മനസ്സിലും ഇങ്ങനെ ആവർത്തിച്ചിങ്ങനെ കേൾക്കും, എക്കോ പോലെ പ്രതിധ്വനിക്കും. ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് വർത്ത് മോർ ദാൻ ഗോൾഡ്. ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വർണത്തെക്കാളും മൂല്യമുള്ളതാണ്, ഉപകാരമുള്ളതാണ്. ഗീവ് ഓൾ ദ ലവ് എ ഹേർട്ട് ക്യാൻ ഹോൾഡ്. ഒരു ഹേർട്ടിന്, ഒരു ഹൃദയത്തിന് താങ്ങാൻ കഴിയുന്നതായിട്ടുള്ള സ്നേഹമെല്ലാം നിങ്ങൾ നൽകുക എന്നുള്ള ഒരു പാട്ട്. അനുപമ ടീച്ചർ കെയിം ഫോർവേഡ് ആൻഡ് ഹഗ്ഡ് കവിത. ഹഗ്ഡ് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കുക, ചേർത്ത് പിടിക്കുക. അനുപമ ടീച്ചർ മുന്നിലേക്ക് വന്ന്, ഫോർവേഡ് എന്ന് പറഞ്ഞാൽ മുന്നിലിട്ട് വന്ന് കവിതയെ ചേർത്ത് പിടിക്കും. ദ ഗേൾ സ്മൈൽഡ്. ആ പെൺകുട്ടി ചിരിക്കും. എ ടൈനി ഡ്രോപ്പ് ഓഫ് ടിയർ ഗ്ലിറ്റേർഡ് ഇൻ ദ കോർണർ ഓഫ് ഹെർ ഐസ്. ടൈനി എന്ന് പറഞ്ഞാൽ സ്മോൾ, ചെറിയ. എ ടൈനി ഡ്രോപ്പ് ഓഫ് ടിയർ, അതായത് കണ്ണുനീരിൻ്റെ ചെറിയൊരു തുള്ളി ഇങ്ങനെ അവളുടെ കണ്ണിൻ്റെ ഒരു സൈഡിൽ, കോർണർ ഓഫ് ഹെർ ഐസ്, കണ്ണിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ തിളങ്ങും. ഗ്ലിറ്റേർഡ് പറഞ്ഞാൽ ഇങ്ങനെ തിളങ്ങും. ഒരു ചെറിയ തുള്ളി കണ്ണുനീര് ഇങ്ങനെ അവളുടെ കണ്ണിൻ്റെ മൂലയിൽ ഇങ്ങനെ വരും. അതായത് എന്തിൻ്റെ കണ്ണുനീരാണ്? സന്തോഷം കൊണ്ടുള്ള. അതായത് അവൾക്കും അവളെ വിദൂര സ്വപ്നമായിട്ടുണ്ടായിരുന്ന അവളുടെ ഒരു ഈ സ്കൂളിൽ വരണം എന്നുള്ളൊരു ആഗ്രഹം, അത് സാധ്യമായല്ലോ എന്നുള്ളതിലുള്ള ഒരു സന്തോഷത്തിൻ്റെ കണ്ണുനീരിങ്ങനെ വരികയാണ്. അപ്പം ഇവിടെ അവസാനത്തെ ഒരു ചോദ്യമുണ്ട്. വൈ ഡിഡ് കവിത സ്മൈൽ? എന്തുകൊണ്ടാണ് കവിത ചിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏതൊരവസരത്തിലും നമ്മൾ ബാക്കിയുള്ള ആൾക്കാരെ സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ, അവരുടെ പ്രയാസങ്ങളൊക്കെ നീക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഏറ്റവും വലിയൊരു, ജീവിതത്തിൽ വരുത്താൻ പറ്റുന്ന ഏറ്റവും വലിയൊരു മാറ്റമാണെന്നുള്ളതാണ് ഈ ഒരു പാഠഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിലൂടെ ഈ സാഷ ഭയങ്കര ഒരു ജനറസ് ആയിട്ടുള്ള, നല്ലൊരു മൃദുവായിട്ടുള്ള, ഒരു ലവ്ലി ഹേർട്ടുള്ള ഒരു പെൺകുട്ടിയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പാഠഭാഗം എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്നുള്ളത് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.